ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നെക്ക് ഡിസൈനാണ്. ഇത് ചുരിദാറിലും ഫ്രോക്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഫ്രോക്കിലാണ്. ഈ സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചുരിദാറിൽ ചെയ്യാൻ പറ്റുന്ന വേറെ രണ്ട് നെക്ക് ഡിസൈനാണ് ഇത് നമ്മൾ ഷോളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നെക്ക് ഡിസൈൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതേ ഡിസൈൻ ചുരിദാറിൻ്റെ താഴെ വശത്ത് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നെക്കിൽ മുകളിൽ നിന്ന് താഴേക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതേ ഡിസൈൻ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ചെയ്യാം ചുരിദാറിൻ്റെ താഴെ വശത്ത് ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലൊരു ബോർഡർ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സ്ലിറ്റിലും ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് റഷ്യൻ ചെയിൻ സ്റ്റിച്ചും ലേസി ഡേസിയും പിന്നെ കുറച്ച് ഫ്രഞ്ച് നോട്ടും ആണ്. റഷ്യൻ ചെയിൻ സ്റ്റിച്ച് സാധാരണ ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലേക്കും ഓരോ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആ രണ്ട് സൈഡിലേക്കും ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ച് പോലെ താഴേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്യണം. അത് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. ആദ്യം ഇവിടുന്ന് മുകളിലേക്ക് എടുത്ത് അവിടുന്ന് നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. ഇതേ സെയിം സ്റ്റിച്ച് റൈറ്റ് സൈഡിലും ചെയ്യണം. ഇതേ സെയിം സ്റ്റിച്ചാണ് ഇത് ഫുള്ള് കണ്ടിന്യൂ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ ഫ്ലവർ വരുന്ന പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ സെൻറ്ററിലെ ഫ്രഞ്ച് നോട്ടും കൂടെ ഈ റെഡ് കളർ ആയതുകൊണ്ട് ആ ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്തിട്ട് പിന്നെ ആ ഫ്ലവറിനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഇതേ ചെയിൻ സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് റെഡ് കളർ നൂല് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റെഡ് കളറിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ഒരു ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്തു പോകണം. അതിനുശേഷം നമ്മൾ വൈറ്റ് കളറും കൊണ്ട് ബാക്കി വൈറ്റ് കളർ ഫ്രഞ്ച് നോട്ടും പിന്നെ ആ ഒരു ഫ്ലവറും കൂടെ ഒന്നിച്ച് ചെയ്യണം. ഇവിടെ ഇപ്പം ആ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് സൂചി താഴെ നിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ചെയ്ത പോലെ ഒരു റെഡ് കളർ ഫ്രഞ്ച് നോട്ട് അവിടെ ചെയ്യണം. അതിന് ചുറ്റുമാണ് വൈറ്റ് കളർ പെറ്റൽസ് വരുന്നത്. ഇതുപോലെ ഒരു ഫ്രഞ്ച് നോട്ട് ഇവിടെ ചെയ്യണം. അതിനുശേഷം ഒരു പെറ്റലിനുള്ള ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി ഇതുവരെ ചെയ്ത പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഇവിടെ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യണം. ഈ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് കളർ പെറ്റൽ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇപ്പോൾ ഇവിടെ സൂചി കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബാക്കി ചെയിൻ സ്റ്റിച്ച് ഇവിടം വരെ ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ചെയ്യാൻ പോകുന്നത് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുള്ള ഫ്രഞ്ച് നോട്ടാണ്. ഓരോ ചെയിൻ സ്റ്റിച്ചും തീരുന്ന സ്ഥലത്താണ് ഓരോ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ 3 ഫ്രഞ്ച് നോട്ട് ചെയ്തതിന് ശേഷം അടുത്തത് ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. ലേസി ഡേസി ഫ്ലവർ ചെയ്യുമ്പോൾ അതിൻ്റെ പെറ്റൽസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പെറ്റൽ ചെയ്തിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത പെറ്റൽ ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു പെറ്റൽ ചെയ്യണം. അതിനുശേഷം ആ ചെയ്ത പെറ്റലിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത പെറ്റൽ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ലേസി ഡേസി ഫ്ലവർ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ ഇവിടെ ഈ ഒരു പെറ്റൽ ചെയ്തിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അടുത്ത പെറ്റൽ ചെയ്യേണ്ടത്. അതിനുശേഷം ലെഫ്റ്റിലോ റൈറ്റിലോ ഏതെങ്കിലും ഒരു പെറ്റൽ ചെയ്യണം. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് ഈ ഒരു പെറ്റലിൻ്റെ ഓപ്പോസിറ്റാണ്. പിന്നെ ഈ എല്ലാ പെറ്റലിൻ്റെയും ഇടയിലുള്ള സ്പേസിൽ ഓരോ പെറ്റലും കൂടെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് 8 പെറ്റൽസ് വരും. അപ്പോൾ എല്ലാ പെറ്റലും തമ്മിലുള്ള അകലം കറക്റ്റായിട്ട് വരും. ഇതാണ് ഈസി ആയിട്ട് ലേസി ഡേസി ഫ്ലവർ പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഈ ഒരു ഫ്ലവർ ഫിനിഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഓരോ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ വൈറ്റ് കളറ് ഫ്രഞ്ച് നോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഡിസൈൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഹാർഡ് ഡിസൈൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച മറ്റ് 2 ഡിസൈനിൽ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ചുരിദാറിൻ്റെ താഴെ വശത്തോ സ്ലിറ്റിലോ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.